ഹലോ യു ഗൈസ് വെൽക്കം ബാക്ക് ടു മലബാമിങ്കിൽ ഞാൻ ഹനാൻ. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐ വോണ്ട് ടേക്ക് എ മിനിറ്റ് ആൻഡ് താങ്ക് യു ഓൾ സോ മച്ച്. കാരണം എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് റിസീവ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതുപോലെ ഇനി കുറേ ബിഗിനേഴ്സ് ഗൈഡിന് അങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ഇനി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പം എല്ലാം ശരിയാക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറ ആംഗിൾ റെഡിയാക്കാൻ, പിന്നെ സൂം ഇൻ സൂം ഔട്ട് ആ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കും. ഗിവ് മീ സം ടൈം. കാരണം ഞാൻ ബിഗിനർ ആണല്ലോ, അപ്പം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആൻഡ് യാ, താങ്ക് യു ഓൾ സോ മച്ച്. അപ്പം നമുക്ക് അധികം സംസാരിക്കും, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്കിൻ ടിൻറ്റ് ആൻഡ് ഫൗണ്ടേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും സംസാരിക്കുന്നത്. ലൈക്ക് എന്താണ് സ്കിൻ ടിൻറ്റ്, എന്തുകൊണ്ടാണ് എനിക്ക് സ്കിൻ ടിൻറ്റ് ഫൗണ്ടേഷനേക്കാളും ഇഷ്ടം, പിന്നെ ബേസിക്കലി എൻ്റെ ഫേവറേറ്റ് സ്കിൻ ടിൻറ്റ്സ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ എന്താണ് സ്കിൻ ടിൻറ്റ്, അത് നമുക്ക് ആദ്യം സംസാരിക്കാം. സ്കിൻ ടിൻറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ്. മറ്റൊരു മച്ച് ലൈറ്റർ കവറേജും കാര്യമൊക്കെ തരുന്ന ഒരു സാധനം. ബിക്കോസ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കവറേജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഫൗണ്ടേഷൻ അങ്ങനെയല്ല, നല്ല കവറേജ്, ഹൈ കവറേജ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത്രയും കവറേജ് തരുന്ന ഒരു സാധനമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ട് തമ്മിൽ ബേസിക്കലി 3 ഡിഫറൻസസ് ആണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ഇതിൻ്റെ കവറേജ് ഒബ്വിയസ്ലി. നമ്പർ 2 ഇതിൽ അടങ്ങിയിരിക്കുന്ന സ്കിൻ കെയർ ബെനിഫിറ്റ്സ്. ആൻഡ് നമ്പർ 3 I'd say is the ease of blendability. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇതിൻ്റെ കവറേജ് ആണെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഓൾറെഡി കാണാം. സോ ദിസ് ഇസ് മൈ ബെയർ സ്കിൻ ആൻഡ് എൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഈ സ്കിൻ ടിൻറ്റ് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ആസ് യു ക്യാൻ സീ അതെൻ്റെ ബ്ലെമിഷസ് ഒന്നും അധികം കവർ ചെയ്യുന്നില്ല. അതെനിക്ക് കൈകൊണ്ടാണ് ഞാൻ ബ്ലെൻഡും ചെയ്യുന്നത്. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറോ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് ബ്ലെൻഡ് ചെയ്യാൻ കൈയാണ് ഏറ്റവും നല്ലത്. എനിക്ക് പേഴ്സണലി കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ദിസ് ഈസ് ഹൗ മൈ റൈറ്റ് സൈഡ് ഓഫ് മൈ ഫേസ് ലുക്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എവറിഡേ യൂസിന് പറ്റിയ സാധനമാണ് ഈ സ്കിൻ ടിൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓൺ മൈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ബ്ലെമിഷസും പിന്നെ ആക്നെ മാർക്സും ആക്നെ സ്കാർസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദ മന്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ സ്കിന്നിനെ ഇപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യേണ്ട. കാരണം അതല്ല നമ്മൾ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ സംസാരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ്റെ കവറേജിനെ പറ്റിയിട്ടാണ്. ഐ എം യൂസിങ് ദ ഫൗണ്ടേഷൻ ഫ്രം ലോറിയാൽ. അവരുടെ ഇൻഫാലിബിൾ 24 hour മാറ്റ് കവർ തരുന്ന ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫുൾ കവറേജ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാ ബ്ലെമിഷസും ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കളർ കറക്റ്റിങ്ങും കാര്യമൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും എനിക്ക് അത്യാവശ്യം നല്ല കവറേജ് ഈ ഒരൊറ്റ ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ മൈ ലെഫ്റ്റ് സൈഡ് ലുക്സ്. കെൻ യു സീ ദ ഡിഫറൻസ്? എൻ്റെ രണ്ട് സൈഡും നോക്കിയാൽ തന്നെ എനിക്ക് ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. റൈറ്റിൽ ബ്ലെമിഷസ് ഒന്നും വലിയ കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇറ്റ്സ് മോർ സ്കിൻ ലൈക്ക്. അപ്പോൾ സ്കിൻ ടിൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിൽ അയച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് സൺസ്ക്രീനിന് ശേഷം ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ലൈക്ക് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിൻ ടിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ, ലൈക്ക് ഒരു മീഡിയം ടു ലൈറ്റ് മീഡിയം കവറേജ് ഒക്കെ ഉള്ള ഫൗണ്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആ ഒരു ഫൗണ്ടേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആവും. പിന്നെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സ്കിൻ കെയർ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ സ്കിൻ ടിൻറ്റ് എന്ന് പറയുന്നത് ഇസ് ഫ്രം മേബലിൻ. അവരുടെ ഫിറ്റ് മീ കളക്ഷനിൽ വരുന്ന ഒരു സ്കിൻ ടിൻറ്റ് ആണ്. ഇതിൽ SPF 50 ഉണ്ട്, പ്ലസ് ഇതിൽ വൈറ്റമിൻ C ഉണ്ട്. ഓക്കെ, സോ വിച്ച് ആർ ലൈക്ക് എ ഫ്യൂ സ്കിൻ കെയർ ആക്റ്റീവ്സ്. പക്ഷേ ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫൗണ്ടേഷൻ നല്ല കവറേജ് തരും, ശരിയാ, നിങ്ങളെ ബേസ് ഫ്ലോലെസ് ആക്കും, ശരിയാ. പക്ഷേ നിങ്ങൾക്കൊരു തരം പിന്നെ സ്കിൻ കെയർ ബെനിഫിറ്റ്സ് നിങ്ങൾ ഒരിക്കലും ഫൗണ്ടേഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്, ശരിയാ. പക്ഷേ അത് അതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് ഒക്കെ കൊണ്ടാണ് അവർ മെയിൻലി അത് ഹൈഡ്രേറ്റിംഗ് ആണെന്ന് പറയുന്നത്. എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഭയങ്കര ഹൈഡ്രേഷൻ വെറും ഒരു ഫൗണ്ടേഷൻ ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ എന്തെങ്കിലും സ്കിൻ കെയർ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ തന്നെ യു വിൽ സീ ദാറ്റ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, സോ എവറിഡേ യൂസിന് പറ്റിയ സാധനം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഐഡ് സേ ഇറ്റ്സ് സ്കിൻ ടിൻറ്റ്. നമ്മുടെ മാർക്കറ്റിൽ സ്കിൻ ടിൻസ് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ലോക്കൽ മാർക്കറ്റ്സിൽ. പക്ഷേ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഇസ് CC ക്രീംസ് ആൻഡ് BB ക്രീംസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളെ നാട്ടിൽ പലരും ഈ BB ക്രീമും CC ക്രീമും യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന് എഗൻസ്റ്റ് അല്ല, പക്ഷേ എനിക്കത് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. ഒരുപാട് കാലം ഞാൻ ലാക്മേൻ്റെ CC ക്രീം
യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മോം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അതിൻ്റെ ഒരു ബ്ലെൻഡബിലിറ്റി ഒന്നും തീരെ ഇഷ്ടമല്ല. അത് കുറച്ചൊരു തിക്കായിട്ട് എനിക്ക് തോന്നും. പക്ഷേ അതേസമയം നിങ്ങൾ സ്കിൻ ടിൻ്റ് യൂസ് ചെയ്താലല്ലോ, പിന്നെ നിങ്ങൾ CC ക്രീമും BB ക്രീമും യൂസ് ചെയ്യൂല. കാരണം അതിനേക്കാളും എത്രയോ ബെറ്റർ ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ 3 ഡിഫറൻസസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒന്ന് ഇതിൻ്റെ കവറേജിൻ്റെ കാര്യമാണ്. ക്വൈറ്റ് ഓബ്വിയസ്ലി ഇതിന് ഷിയർ കവറേജ് ആണ്, ഇത് ഫുൾ കവറേജ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇത് ഒരു എവറി ഡേ യൂസ്, നിങ്ങളൊരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ഗോയിങ് പേഴ്സൺ ആണെങ്കിൽ ഐ സേ ദിസ് ഇസ് ദ പെർഫെക്റ്റ് ഓപ്ഷൻ. ഇപ്പം ഞാൻ പോലും പുറത്തേക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് ടൗണിലേക്കൊക്കെ പോവാം, ഒന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഓർ ലെറ്റ്സ് സേ മൈ ഡെർമാറ്റ് വിസിറ്റ് ഓർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, ഇതിനൊക്കെ പോവാണെങ്കിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. എൻ്റെ അടുത്ത് നിങ്ങളെൻ്റെ ഇതിന് മുന്നേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏറ്റവും ഇതാണ്, ബിക്കോസ് ഇത് ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ കൺസീലേഴ്സ് ആണ് നോർമലി യൂസ് ചെയ്യുക. കാരണം എനിക്ക് ഹൈ കവറേജ് സാധനം ഫേസിലിട്ടിട്ട് ഒരുപാട് നേരം നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക്കാണ്. അൺലെസ് ആണെങ്കിൽ ഞാനൊരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യുകയാണ്, ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ മാത്രം ഞാനൊരു ഹൈ കവറേജ് സാധനമൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം കവറേജിലൊരു സാധനം. ഇനി നിങ്ങൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാം, എൻ്റെ ഫേസിൽ ഒരുപാട് ബ്ലെമിഷസ് ഉണ്ട്, അപ്പോൾ വെറും സ്കിൻ ടിൻ്റ് ഇട്ടാൽ അതെങ്ങനെയാണ് ശരിയാവുക? ലിസൺ, നിങ്ങളെ ഫേസിൽ ലെറ്റ്സ് സേ സ്കിൻ പേസ്റ്റ് പ്രോബ്ലംസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഹൈ കവറേജ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ് ലെയർ ചെയ്യാനൊന്നും ഒരിക്കലും പറയില്ല. ബിക്കോസ് നമ്മളെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കണം, അല്ലേ? ഒന്ന് സ്കിൻ കെയർ നമ്മൾ യൂസ് ചെയ്യും. സ്കിൻ കെയറിന് മേലെ ഈ ഫൗണ്ടേഷൻസും കൺസീലേഴ്സ് ഒക്കെ ഡെയിലി ഇടുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് ദാറ്റ്സ് വെരി ബാഡ്. ലൈക്ക് ദാറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഓപ്ഷൻ ഫോർ യുവർ സ്കിൻ. പ്രത്യേകിച്ച് സ്കിൻ കൺസേൺസ് എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ. അപ്പം നമ്മൾ ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് കവറേജ് ഒക്കെ തരുന്ന ഒരു സാധനം അപ്ലൈ ചെയ്യുന്നത് നല്ലത്. സ്കിന്നിൽ എന്തെങ്കിലും സ്കാർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് എപ്പോഴും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് യുവർ സ്കിൻ ആകുമ്പോൾ അത് അതിൻ്റെതായ ഒരു എന്താ പറയുക, ഇടക്കിടക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. ആൻഡ് ലെറ്റ്സ് എംബ്രേസ് ഇറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ആദ്യമൊക്കെ ഇവൻ ഐ വാസ് വെരി ഇൻസെക്യൂർ എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഐ ഹവ് ലേൺഡ് സ്കിൻ ആകുമ്പം അതിൻ്റെതായ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മളത് വിത്ത് ടൈം അത് റെഡി ആവുന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം അതല്ല നമ്മളിന്ന് സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കിൻ ടിനാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ വെറുതെ എങ്കിലും ഒരിക്കലൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക സ്കിൻ ടിൻ്റ്. ഒരുപാട് സ്കിൻ ടിൻ്റ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എൻ്റെ ടോപ്പ് 3 ഫേവറേറ്റ്സ് ഞാനിവിടെ പിക്ചേഴ്സ് എന്തായാലും കൊടുക്കും, നിങ്ങൾക്ക് അറിയില്ല, ഓൾവേസ് ഞാൻ പിക്ചേഴ്സ് കൊടുക്കും എന്ന് പറയുന്നത്. ദിസ് ഇസ് മൈ ടോപ്പ്. ഓക്കെ, ദിസ് ഇസ് മൈ ടോപ്പ് സ്കിൻ ടിൻറ്റ്. എൻ്റെ സ്കിൻ ടിൻറ്റിൻ്റെ ഫേവറേറ്റ്സ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ട് വന്നത്. ഇത് കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഇസ് ഫ്രം റിമെൽ ലണ്ടൻ. അത് നല്ല സാധനം, പക്ഷെ അത് കുറച്ച് പ്രൈസിയാണ്. ദിസ് ഇസ് സംവെയർ അറൌണ്ട് 400. മറ്റേത് എനിക്കൊന്ന് 600-700 റേഞ്ചിലാണ്, പക്ഷെ നല്ല സാധനമാണ്. അതെനിക്കൊന്ന് ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, ഇത് എനിക്കൊന്ന് ഇതുവരെ ഞാൻ ട്രൈ ഔട്ട് ചെയ്ത സ്കിൻ ടിൻസിൽ കുറച്ചും കൂടി കവറേജ് തരുന്ന ഒരു സാധനം ഇതാണ്. യു ക്യാൻ എക്സ്പെക്ട് ലിറ്റിൽ മോർ കവറേജ് ഫ്രം ദ മേബലിൻ വൺ. പക്ഷേ റിമെൽ ഇതിനേക്കാളും കുറച്ചുകൂടി കവറേജ് കുറവാണ്. പക്ഷേ ഇറ്റ് ഗിവ്സ് ഒരു മൈ സ്കിൻ ബട്ട് ബെറ്റർ കൈൻഡ് ഓഫ് ഫീലിംഗ് തരുന്ന ഒരു എന്താ പറയുക സ്കിൻ ടിൻ്റാണ് റിമെൽ ലണ്ടൻ്റെത്. അത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഹെർബ്സിൻ്റെ നല്ല സാധനം. അതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആയിരുന്നു. ആൻഡ് വാസ് വെരി നൈസ്. ലൈക്ക് വെരി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ഒക്കെയാണ്. പക്ഷേ ഇത്ര നേരം പറഞ്ഞ സ്കിൻ ടിൻറ്റിന് മറ്റൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് സ്കിൻ ടിൻറ്റിൻ്റെ പ്രശ്നമല്ല, ബ്രാൻഡിൻ്റെ പ്രശ്നം. സ്പെഷ്യലി ബ്രാൻഡ്സ് ലൈക്ക് ഈ പറഞ്ഞ ജസ്റ്റ് ഹെർബും പിന്നെ മേബലിനൊക്കെ ഐ വാസ് എക്സ്പെക്ടിങ് എ ലോഡ് ഓഫ് ഷെയ്ഡ്സ്. പക്ഷെ ഷെയ്ഡ് കുറവാണ്. ഇഫ് യു സീ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നമ്പർ 5. ഓക്കെ, എനിക്കൊന്ന് 6 or 9 ഷെയ്ഡ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ബ്രാൻഡ്സ് ലൈക്ക് മേബലിനൊക്കെ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള സാധനം. കാരണം ഇന്ത്യൻ ബ്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. അവരുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് റേഞ്ച് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് ഷെയ്ഡ് റേഞ്ച് അവൈലബിൾ ആണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർ ഇതിൻ്റെ കേസിൽ സ്കിൻ ടിൻറ്റിൻ്റെ കേസിൽ അവർ ഭയങ്കര കഞ്ഞിത്തരം കാണിച്ചു. വളരെ കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് സാഡ്. അപ്പം നിങ്ങളൊരു ഡീപ്പർ സ്കിൻ ടോണിലുള്ള ഒരാളാണെങ്കിൽ ഷെയ്ഡ് നിങ്ങൾക്ക് മാച്ച് ആവുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ആൻഡ് മാത്രമല്ല ഇത് ഓക്സിഡൈസ് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ, മേബിൾ എൻ്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഓക്സിഡൈസിങ് ടൈപ്പാണ്. അതുകൊണ്ട് വിത്തിൻ ലെറ്റ്സ് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതൊന്ന് റെഡി ആവും നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ ഒരു ഷെയ്ഡ് ലൈറ്റ് വാങ്ങിയാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് വേറെ എന്താ പറയാനുള്ളത്? ഐ തിങ്ക് ഇത്രയേ ഉള്ളൂ ഫൗണ്ടേഷൻ ആൻഡ് സ്കിൻ ടിൻ നമ്മുടെ ഡിഫറൻസ്. ഞാൻ BB ക്രീം CC ക്രീമിനെ പറ്റിയുള്ള ഡിഫറൻസ് ഒന്നും ഇതിൽ സംസാരിക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. ബിക്കോസ് അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലോങ് ആവും, കൺഫ്യൂസിങ് ആവും. എനിക്കിത് മാക്സിമം ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ ഒറ്റ ഫ്ലോയിൽ ഇത്രയും സംസാരിച്ചു. വാവ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രസ് ഹോൾ വീഡിയോസ്, പിന്നെന്താണ് ജ്വല്ലറി കളക്ഷൻ, പിന്നെന്താണ്
വ്ളോഗ് ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ പലരും എന്നോട് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കിത് കൂടാണ്ട് വേറൊരു ചാനലും കൂടി ഉണ്ട്, അപ്പോൾ അവിടെ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടിലും ഞാൻ ഒരുപോലത്തെ കണ്ടിട്ട് അതിലൊരു രസമില്ലല്ലോ. ഇതിൽ ഞാൻ മെയിൻലി ഒരു ബിഗിനേഴ്സ് ഗൈഡ്സ് ഒക്കെ ആയിരിക്കും ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാം. ഞാൻ അതാ വിചാരിക്കുന്നത്. ഇവിടെ മെയിൻ ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഫോക്കസ് ചെയ്യാം. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇവിടെ കൊണ്ടുവരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതാ കാണുക. നിങ്ങൾക്ക് എൻ്റെ കുറച്ചും കൂടി പേഴ്സണൽ സ്റ്റഫ് കാണണമെങ്കിൽ നിങ്ങൾ മറ്റേ ചാനലും കൂടി നോക്കണം. എൻ്റെ സ്വന്തം പേരിലാണ് ഹനാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾ അവിടെ എല്ലാം കാണാൻ പറ്റും. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അവിടെയും ഇവിടെ എനിക്ക് പേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അതും കാണാം ഇതും കാണാം. രണ്ടിടത്തും ഞാൻ ഒരുപോലത്തെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാട്ടോ, വേറൊന്നുമല്ല. ഞാൻ ആദ്യം തുടങ്ങിയ ചാനൽ അതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് പിന്നെ ഇങ്ങനെ മാറുമ്പോൾ അത് രസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കത് എന്താ പറയുക, വിട്ട് കളിയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുറച്ചുകൂടി പേഴ്സണൽ സ്റ്റഫ് ആണെങ്കിൽ ആ വീഡിയോ ചെക്ക് ചെയ്യാം, ആ ചാനൽ ചെക്ക് ചെയ്യാം. ആൻഡ് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിയട്ടെ, സ്കിൻ ടെൻറ്റ് നമ്മളെ മാർക്കറ്റിൽ ആരും സ്കിൻ ടെൻറ്റ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ കണ്ടിടത്തോളം പലരും സ്കിൻ ടെൻറ്റ് യൂസ് ചെയ്യുന്നില്ല. എനിക്കൊന്ന് 2023 സ്റ്റാർട്ടിങ് ടൈമിലാണ് ഈ സ്കിൻ ടെൻറ്റിൻ്റെ ഇവർ ഈ സ്കിൻ ടെൻറ്റൊക്കെ ഇറക്കിയിട്ട് അതൊന്ന് എല്ലായിടത്തും വൈറലാവുന്നതും എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് തുടങ്ങുന്നതും. പക്ഷേ ഇപ്പോഴും നമ്മളെ ലോക്കൽ മാർക്കറ്റ്സിൽ ഇത് അവൈലബിൾ അല്ല. ഇപ്പോൾ ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത സമയം വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സാധനം BB ക്രീമും CC ക്രീമും ആണ്. ആൻഡ് ബട്ട് ഐ തിങ്ക് BB CC ക്രീംസിനെക്കാളും ബെസ്റ്റ് ഓപ്ഷനാണിത്. എനിക്കിതാണ് ഇഷ്ടം. ഇത് സ്പോൺസർ വീഡിയോ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സ്കിൻ ടിൻ്റ് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് വാങ്ങിയിട്ട് പണി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്കൊന്ന് CC ക്രീമിനൊന്നും ഇത്ര പോലും ഈ സ്കിൻ ടിൻ്റെ അത്ര പോലും ഷെയ്ഡ് റേഞ്ച് ഇല്ല BB ആൻഡ് CC ക്രീംസിന്. സോ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. സോ that is it for today's video. I hope നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫർമേറ്റീവ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വേറൊന്നുമില്ല. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ യഥാശേഷ്.